ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ പിന്നെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അടിപൊളിയാണ്. ഇതിൻ്റെ സ്വന്തം പ്രിപ്പറേഷനാണ് കേട്ടോ. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. സൂപ്പർ ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനാണ് വേണ്ടി. ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇനിയിപ്പോൾ ബോണോട് കൂടിയായാലും കുഴപ്പമൊന്നുമില്ല. വെന്തതിന് ശേഷം നമുക്ക് ബോൺലെസ് ആക്കിയാൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി കുറച്ച് ഗാർലിക് പൗഡറാണ്. പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗാർലിക് പൗഡർ പാപ്രിക്ക പൗഡറൊക്കെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഒരു നുള്ള് വിനെഗറും കുറച്ച് വെള്ളവും ഇട്ട് ഒരു അരക്കപ്പോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ അതാ താഴെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെയാണ് വേവിക്കുന്നത്. അപ്പം ഞാനത് 2 വിസിലിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോക്കോട് കൂടി തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്താണ്. ഇനിയിപ്പോൾ ആ സ്റ്റോക്ക് നമ്മൾ ചിക്കൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ, അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അത് ഞാൻ ആ ചിക്കൻ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. അതിന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി പച്ചമുളക് അങ്ങനത്തെ അരിഞ്ഞുണ്ടാക്കേണ്ട ഒരു സാധനം വേണ്ടിയില്ല കേട്ടോ, ഈസിയാണ്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മയോണീസിന് പകരം നിങ്ങൾക്ക് ക്രീം ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് എരിവിന് ഞാനിവിടെ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സോസുകളാണോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കട്ടോ. ഒരു കുഴപ്പമില്ല, എന്തൊക്കെ കയ്യിലുണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളവൊക്കെ ദാ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബാർബിക്യൂ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ചില്ലി സോസും ഒക്കെ മാത്രം അത് ഉള്ളൂന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് എല്ലാ സോസുകളും കൂടെ മിക്സ് ആക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു ചിക്കനിൽ എല്ലായിടത്തും സോസ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടത്. ഉരുളക്കിഴങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് വേവണം, എന്നാൽ വെള്ളം കുടിക്കാണ്ട് വേവിച്ചെടുക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നതാണ്. മുഴുവനത്തോടൊക്കെ തൊലി കളയാതെ മുഴുവനായിട്ട് ഇട്ടിട്ട് കുക്കറിൽ 2-3 വിസിൽ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം തൊലി കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് എടുത്താൽ മതി കേട്ടോ. അന്നേരം നമുക്ക് വെള്ളം കുടിക്കാത്ത ഉരുളക്കിഴങ്ങ് കിട്ടും. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങിൽ ഞാൻ ഉപ്പൊന്നും ഇടാണ്ടാണ് വേവിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ആ ഒരു ഉരുളക്കിഴങ്ങും നമ്മൾ മിക്സ് ആക്കി വെച്ച നമ്മളെ ഈ ചിക്കൻ്റെ മിക്സും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ട നമ്മളിതാ ഈ ഒരു കൈ കൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പല ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടാനൊക്കെ പറ്റും. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. ഇതുപോലെ ആയി കിട്ടണം. ഇങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങണ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് പുഴുങ്ങണം, പക്ഷേങ്കിൽ തീരെ വെള്ളം കുടിച്ച് പോകാൻ പാടില്ല. മുറിക്കാണ്ട് മുഴുവനായിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. ഇപ്പോൾ അതാ ഫില്ലിങ് ഇവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഞാനിത് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചപ്പം അതിലുള്ള ആ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇല്ല, അതാണ് അരിച്ച് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു സ്റ്റോക്കിലേക്ക് ഇനിയിപ്പോൾ 1 കപ്പ് പാലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമല്ല കേട്ടോ, കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ചോട്ടെ. ഇനിയിപ്പോൾ അത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പാല് ഒഴിച്ചില്ല, അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് വേണം. ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ട്, പിന്നെ ബാക്കിയുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളയ്ക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1.5 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അളവൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നല്ല, നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയത്തിയാക്കി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ നമ്മളെ ഈ ഒരു മൈദപ്പൊടി നന്നായിട്ട് കുടിച്ചിട്ട് വരും. ഇനിയിപ്പോൾ മൈദ ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ, ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആ ഒരു തീ നന്നായിട്ട് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം കൂടെ ഒരൊറ്റ ഉരുള ആകുന്ന വരെ ആ തീ ഒന്ന് ഇങ്ങനെ കത്തിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാം ജസ്റ്റ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ ഉരുളായി കേട്ടോ. ഇങ്ങനെ ആയാൽ മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടിലേക്ക് ആയതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഉരുട്ടിയെടുക്കാന്നേ ഉള്ളൂ. ഇങ്ങനെ ഉള്ളൂ, ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇനി ആവശ്യത്തിന് എടുത്താൽ മതി. ബാക്കി എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം കേട്ടോ ഒരു പാത്രത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർഡായി പോകും. ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ചെറിയ ഉരുളാക്കിയിട്ട് എടുക്കുക. അതെന്ന് വെച്ചാൽ നമ്മളൊരു പൂരിക്ക് എടുക്കുന്ന വലിപ്പം മതി കേട്ടോ. ചെറിയ പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കൂല, ആ ഒരു സൈസിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. നല്ല സുഖമാണ്, നല്ല ഒരു ക്ലേ പോലാണ് ഉണ്ടാവുക കേട്ടോ. അതങ്ങനെ ഉരുട്ടാനും ഇതൊന്നും പ്രയാസമൊന്നുമില്ല, സിമ്പിളാണ്. ഭയങ്കര ഒരു ക്ലേ പോലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അതാ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തുന്ന പോലെ തന്നെയാണ്. മാക്സിമം നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. പൊടി അങ്ങനെ ഒരുപാട് നമുക്ക് വേണ്ട, ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രം മതി. അപ്പോൾ അത് നന്നായിട്ട് നൈസായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വട്ടത്തിലാണ് ഞാൻ പരത്തിയെടുത്തത്.
ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ആ ഒരു ചിക്കൻ്റെ മിക്സ് ഇല്ലേ, ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടിയുള്ള ആ ഒരു മിക്സ് ഒരു വലിയ ഉരുളായിട്ട് എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു വലിയ ഉരുളോളം ഞാൻ എടുത്തിട്ട് നടുവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ചീസ്, ഞാനിവിടെ ചെഡാർ ചീസാണ് എടുത്തത് കേട്ടോ. ഒരു ക്രീമി ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ചെഡാർ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഉള്ളത് കയ്യിലുള്ള ചീസ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ആ ഒരു ചീസിനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ആ ചിക്കൻ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ കണ്ടില്ല. ഇനിയിപ്പം ഈ ഒരു ബാക്കിയുള്ള നമ്മളെ മാവില്ല, പരത്തി വെച്ച പൂരി, അതിനെ നന്നായിട്ടൊന്ന് ഇനി ഉരുട്ടിയെടുക്കണം. അതിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. എല്ലാ ഭാഗത്തുനിന്നും അങ്ങനെ തെറുത്തെടുക്കുക. എന്നിട്ട് ആ എക്സ്ട്രാ വരുന്ന ഭാഗമല്ലേ മേലെ, അത് മുറിക്കണം കേട്ടോ. മുറിക്കൽ നിർബന്ധമാണ്, എന്നാലാണ് ഇത് ഒട്ടി കിട്ടുള്ളൂ. നന്നായിട്ട് ഒട്ടും, നിങ്ങൾ പ്രസ് ചെയ്യുകയൊന്നും വേണ്ടിയില്ല, അത് തൊടുമ്പോൾ തന്നെ അങ്ങ് ഒട്ടിയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത് കണ്ടില്ല. പക്ഷെ ആ മേൽഭാഗത്തുനിന്ന് മുറിച്ചാലാണ് നമുക്ക് എല്ലായിടത്തും ഒരേ അളവിൽ നമുക്ക് ഈ ഒരു കവറിങ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മുറിക്കണം എന്ന് പറയുന്നത് കേട്ടോ. മേലുള്ള ഭാഗം മുറിച്ച് അടുത്തയിലേക്ക് കൂട്ടിയാൽ മതി ആ മാവ്. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയിട്ട് അവിടെ വെക്കുക. ഇനിയിപ്പോൾ ഇത് അങ്ങനെ ഒരുപാട് അങ്ങ് ഷേപ്പ് ചെയ്യാനൊന്നും പോകണ്ടില്ല കേട്ടോ. അത് നമുക്ക് പിന്നെ ഇതിൽ പണി ബാക്കിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ലതാണ്. ഇതിപ്പോൾ വേണമെങ്കിൽ ആവിയിൽ പുഴുങ്ങിയിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കുക. ഞാനിപ്പോൾ ചെയ്യണത് ഒരു അരക്കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് ഇത് രണ്ടും ഒന്ന് കവർ ചെയ്തെടുക്കാനുള്ളതാണ്. ആദ്യം പാലിലൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് ഷേപ്പാക്കാനൊന്നും പോകണ്ടെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ മുക്കി വരുന്ന സമയത്ത് അതങ്ങ് നല്ല രീതിയിൽ തന്നെയാണ് വരിക. ഇനിയിപ്പോൾ അതാ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ സ്റ്റീമറിൽ ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ അതങ്ങനെ തന്നെ കഴിക്കാനും വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ കോട്ട് ചെയ്തൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പാലിൽ മുക്കി ഈ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ കവർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഓവനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്യാനും വേണ്ടി പറ്റും കേട്ടോ. ഒരു 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ബേക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനെല്ലാം ഇതേപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. 2 മാസം വരെ അത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം എന്ന് വെച്ചാൽ അന്നേരം എടുത്തിട്ട് നമുക്ക് പൊരിക്കാനും വേണ്ടി പറ്റും. അപ്പോൾ നോമ്പ് തുറയൊക്കെ വരുന്ന സമയത്ത്, ഗസ്റ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഇനിയിപ്പോൾ നോമ്പല്ലാത്ത സമയത്ത് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ഫ്രീസ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ വലിയ ട്രേ എടുത്തിട്ട് ഇങ്ങനെ ഒന്നിനോട് തൊടാത്ത രീതിയിൽ ഇങ്ങനെ വിട്ട് വെച്ചിട്ട് ഫ്രീസ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഐസായി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കവറിലിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഓരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ, പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കണേ. കാരണം ഉള്ളിലുള്ള എല്ലാ സാധനവും വെന്തതാണ്. നമുക്ക് പുറമേയുള്ള ഈ ഒരു കോട്ടിങ് മാത്രമേ നമുക്ക് വേവാനുള്ളൂ. പുറത്ത് വെച്ച പൊടി നമ്മൾ ഓൾറെഡി വാട്ടിയെടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം വെന്ത സാധനമാണ്, പുറത്തുള്ളൊരു കോട്ടിങ് മാത്രമേ നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് വരാനുള്ളൂ. മീഡിയം തീയിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് 2 ഭാഗവും നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനൊരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക ക്രോക്കറ്റ്സിൻ്റെ ടേസ്റ്റോ ഒന്നുമല്ല. ഇത് തിന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു ഐറ്റങ്ങൾ വേറെ കാണാൻ ചാൻസ് ഇല്ല. ഇതെൻ്റെ സ്വന്തം ക്രിയേഷൻ തന്നെയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും, ഞാൻ ഗ്യാരണ്ടി തരുന്ന ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ അത് ഒരുപാട് നേരം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. ആ ഒരു മാവിലായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇപ്പം എൻ്റെ ശബ്ദമൊക്കെ കേട്ടില്ല. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഉൾഭാഗം കണ്ട നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ആ ഒരു ചീസും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ക്രീമിയാണ് കേട്ടോ. നമ്മളിതിൽ ഉള്ളിയോ അല്ലെങ്കിൽ പച്ചമുളക് അങ്ങനത്തെ ഇലകൾ അങ്ങനത്തെ ഒന്നും തന്നെ ഇതിലില്ല. പക്ഷെ അപാര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് കാണിക്കുന്ന സമയത്ത് കുറച്ച് ഇതുള്ള പോലെ തോന്നും, പക്ഷെ സിമ്പിളാണ് കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നെക്കി കൊടുക്കണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ്റെ ആ ഒരു ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.